ബ്രിക്സിനെതിരെ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ വിരുദ്ധ താൽപര്യങ്ങൾക്കൊപ്പം നിലകൊണ്ടാൽ 10% അധിക തീരുവ ചുമത്തും. തീരുമാനത്തിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോകില്ലെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. വിവരങ്ങളുമായി അഖില CP നമുക്കൊപ്പം ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. അഖില, ട്രംപ് ഇതിനു മുൻപും ബ്രിക്സിന്റെ കൂട്ടായ്മയ്ക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം റഷ്യയിൽ വെച്ച് നടന്ന കൂട്ടായ്മയിൽ ബ്രിക്സിന്റെ ഒരു മാതൃകാ കറൻസി പുറത്തിറക്കിയത് ട്രംപിനെ എത്രത്തോളം വിറള് പിടിപ്പിച്ചു എന്നുള്ളത് ലോകം കണ്ടതാണ്. ഇപ്പോൾ ഇതാ വീണ്ടും അമേരിക്കയ്ക്കെതിരെ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ട്രംപിന്റെ ആരോപണം. എന്തൊക്കെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്? അതേ ബിനിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഡോളറിനെതിരെ പ്രവർത്തിക്കുമ്പോൾ ബ്രിക്സ് ഡോളറിനെതിരെ കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു ഭയം ഉള്ളതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് നിരന്തരമായി ബ്രിക്സിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നത്. ഇപ്പോൾ ഇതാ 10% താരിഫ്, അതായത് ബ്രിക്സ് രാജ്യങ്ങൾക്കുമേൽ 10% താരിഫ് ചുമത്തിയുള്ള ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഈ തീരുമാനത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ ട്രംപ് അറിയിച്ചിട്ടുള്ളത്. അതായത് ഈ മാർച്ചിലെല്ലാം ഈ ബ്രിക്സ് രാജ്യങ്ങൾക്കുമേൽ ബ്രിക്സ് രാജ്യങ്ങൾ അമേരിക്കൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു എന്ന് ആരോപിച്ച് ഏകദേശം 100% വരെ താരിഫ് ചുമത്തിയേക്കാം എന്നുള്ളൊരു പ്രസ്താവനകളൊക്കെ ട്രംപ് പുറത്തിറക്കുന്നുണ്ടായിരുന്നു. അതിനിടെ ഇന്നലെയും ഇന്നുമായാണ് ബ്രസീലിൽ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്. ഇന്നത് സമാപിക്കും. അപ്പോൾ ബ്രിക്സ് ചർച്ചകൾ, ബ്രിക്സ് ഉച്ചകോടി പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ട്രംപിന്റെ ഒരു പുതിയ പ്രസ്താവന വന്നിരിക്കുന്നത്. 10% തീരുവ ചുമത്തും, അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളൊരു പ്രസ്താവനയാണ് ഇപ്പോൾ ഈ ട്രൂത്ത് സോഷ്യലിലൂടെ, സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തിറക്കിയിരിക്കുന്നത്. നമുക്കറിയാം, അധികാരത്തിലേറിയത് മുതൽ വിചിത്രമായ പല പ്രസ്താവനകളുമായി ഈ ട്രംപ് രംഗത്തെത്തിയിരുന്നു. ആദ്യം അധികാരത്തിലേറിയപ്പോൾ ഏറ്റവും ആദ്യം പ്രഖ്യാപിച്ചത് ഈ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ചൈനയ്ക്കും മേലും ഏർപ്പെടുത്തിയ തീരുവകളായിരുന്നു. പിന്നീട് ഈ WHO, ഈ ലോക ആരോഗ്യ സംഘടനയിൽ നിന്നും ഈ പാരീസ് ഉടമ്പടിയിൽ നിന്നൊക്കെ അമേരിക്ക പിന്മാറുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളൊക്കെ കണ്ടു. അപ്പോൾ ഈ അമേരിക്കയെ ഒന്നാമതാക്കുക എന്നുള്ളൊരു നടപടിയുമായാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ ബ്രിക്സ് രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ എന്തെങ്കിലും, ഇപ്പൊ ഈ ഡോളറിന് പകരം ഏതെങ്കിലും തരത്തിലുള്ള ഒരു കറൻസി പുറത്തിറക്കുമോ എന്നുള്ള ഭയം ഈ ട്രംപിന് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ നൽകിയത്.